ഈ എന്താ ആറാൻ പിടിച്ച കാര്യ പറയുന്നേ? ഈ കണ്ടിക്കണ നമ്മുടെ കുടുംബത്തിൽ ആരെയും ഈ വക കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? വെറുതെ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കട്ട് പോയെ. അതും ഒരു അന്യമതത്തിൽപ്പെട്ട കുട്ടിയെ. ഈ നമ്മുടെ സൈദിക്കന്റെ മോളെ കണ്ടിട്ടില്ലേ? ഓളെന്ത് മുഞ്ചെത്തിയ അന്റെ ഓൾഡ് നിക്കാഹ് നമ്മള് കാരണന്മാര് പണ്ടേ നിശ്ചയിച്ചതാ. ഈ അവളെ മറന്നിട്ട് ഞാൻ പറയണ പോലെ നിക്ക്. അതാ നല്ലത് അനക്കും ആ കുട്ടിക്കും. ബാപ്പ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുന്തവുമില്ല. പിന്നെ നിങ്ങളെ മൂത്തവര് തീരുമാനിച്ചത് അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് അവകാശമുണ്ട്. നിങ്ങളെ പറയണത് എല്ലാം കേൾക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പിന്നെ അന്യമതത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ മതത്തെയല്ല ഇഷ്ടപ്പെട്ടേക്കണത്. പിന്നെ കുട്ടി കുട്ടി എന്ന് പറഞ്ഞ് നിങ്ങളത് ഒരു പെൺകുട്ടിയാണെന്ന് കരുതണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ആൺകുട്ടിയെ. അവനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ആരാൻ പിടിച്ചവനെ? ഈ എന്താ പറയണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അവൻ പറയണത് കേട്ടില്ലേ? ആണിനെയാണോ അവൻ ഇഷ്ടമെന്ന്? ഈയൊക്കെ എനക്കുണ്ടായ തന്നെയാ നാശം. എന്നെ അനക്ക് ഈ നാട്ടിലെ മുഞ്ചത്തെ പെൺപിള്ളേരെ കിട്ടാഞ്ഞിട്ടാ? ഇപ്പൊ പറഞ്ഞതെല്ലാം ഒരു തമാശയാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോർക്കാം. നീ ഞാൻ പറയണ പോലെ കേട്ടാ? അത് നിങ്ങൾ വിചാരിക്കേണ്ട വാപ്പ. ഈ ജയ്സിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്റെ ചെക്കനെ തന്നെ ആയിരിക്കും. അതിപ്പോ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുന്തവും ഇല്ല. നിങ്ങളുടെ സമ്മതമൊന്നും അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇനി നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയണ്ടാതിരിക്കാനാ ഞാനിപ്പോ ഇവിടെ വന്ന് എല്ലാം പറഞ്ഞത്. നാശം പിടിച്ചവനെ, അന്റെ ദേഹത്ത് എന്തോ സൈത്താൻ കേറിക്കണ്. അല്ലേ നീ സ്വന്തം പാപ്പയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കോ? അന്റെ ദേഹത്തുനിന്ന് ആ സൈത്താനെ ഓടിക്കാം ഞമ്മക്കറിയാം. ബാപ്പ ഇങ്ങ എന്തൊക്കെയായി പറയണത്? ഇക്കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ അത് പൂർണ്ണ മനസ്സോട് സമ്മതിക്ക്. അല്ലാതെ സൈത്താനാണ് ജിന്നാണ് എന്നൊന്നും പറയല്ലേ. ചി എരണം കിട്ടവളെ, ഈ എനിക്ക് നേരെ ശബ്ദം ഉയർത്താനായോ? ബാപ്പച്ചി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇക്കാന്റെ ഇഷ്ടത്തിന്റെ കൂടെ ഞാനും നിൽക്കും. ഈ കാലത്ത് ഇങ്ങളെ പോലുള്ളവരാ നമ്മുടെ നാടിന്റെ നാശം. സ്നേഹിക്കാൻ ജാതിയോ മതമോ ശരിയോ ജെൻഡറോ ഒന്നുമല്ല വേണ്ടത്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ഹൃദയങ്ങളുടെ കൂടിച്ചേരില്ല. അതിന് ഇങ്ങള് പറയണത് ഒന്നും വരില്ല. ജസീറ, ഈ മിണ്ടാണ്ട് നിക്കണുണ്ടാ? ഈ എന്തറിഞ്ഞിട്ടാ എന്റെ നേർക്ക് ശബ്ദം ഉയർത്തുന്നത്? ആ എനക്കൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം പഠിപ്പിച്ചിരുന്ന ഒരു മുഹമ്മദ് അഷ്കർ ഉണ്ട്. എന്റെ വാപ്പച്ചി ഒരു കാര്യം എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുമായിരുന്നു. മനുഷ്യനാണ് ഒന്നാമനെന്ന്, മനുഷ്യനാണ് നീ ആദ്യം പരിഗണന നൽകേണ്ടതെന്ന്. അവിടെ മതമോ ഉടയവനോ ഇല്ലാന്ന്. അതേ ആള് തന്നെയാ ഇപ്പോ. ബാബച്ചി ഞാനും ജസി പറഞ്ഞ പോലെ ഇങ്ങളെ പഠിപ്പിച്ച വഴിയിലൂടെ തന്നെയാ പോകുന്നേ. നിങ്ങൾക്ക് അന്ന് തോന്നുന്നത് എന്ത് തെറ്റാണ് ഇപ്പൊ കാണുന്നതെന്ന് അറിയില്ല. ബട്ട് എന്റെ തീരുമാനത്തിന് ഇനി ഒരു മാറ്റവും ഇല്ല. നിങ്ങള് രണ്ടും കൂടി എന്നെ നിസ്സഹായനാക്കി കളഞ്ഞു. എന്റെ മനസ്സിൽ അന്നും ഇന്നും ഒന്ന് തന്നെയുള്ളൂ, നിങ്ങളുടെ സന്തോഷാണ് ഞമ്മക്കും വലുത്. എന്നാ നാട്ടുകാര് എന്റെ കുഞ്ഞുങ്ങളെ തെറ്റായി കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല. ബാപ്പച്ചിയോട് ക്ഷമിക്കു മക്കളെ. വിഷ്ണു, വിഷ്ണു. അല്ല, ഇതാരാ വന്നേക്കണത്? ജയ്സലോ? എന്താ മോനെ? ആ അച്ഛാ, വിഷ്ണു. വിഷ്ണു ഇല്ലേ ഇവിടെ? ആ ഉണ്ടല്ലോ, അവന്റെ റൂമിലുണ്ട്. മോൻ അവനെ കാണാൻ വന്നതാണോ? എന്നാ നീ പോയി കണ്ടോ? ആ അതെ അച്ഛാ. എന്നാ ഞാൻ ഇവനിതെന്താ വാതിലടയ്ക്കാണ്ട്? ഇനി കുളിക്കുവാണോ? ആഹാ, അച്ഛൻ ആരോട് സംസാരിക്കുന്നത് കേട്ടപ്പോഴേ തോന്നി അത് നീയാന്ന്. എന്താ പക്ഷെ ഇങ്ങോട്ട് കാണാൻ നല്ല ഹോട്ട് ആൻഡ് ഹാൻസം ആയിട്ടുണ്ടല്ലോ. എന്റെ കൺട്രോള് കളയോ? വിഷ്ണു, ഈ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ കേൾക്കും. അച്ഛൻ കേൾക്കൊന്നുമില്ല. അച്ഛൻ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോഴാ നീ വന്നത്. ഇപ്പൊ ഞാൻ ജനാലയിൽ കൂടെ നോക്കുമ്പോ അച്ഛൻ പോണത് ഞാൻ കണ്ടു. ഓഹോ, അപ്പോ എല്ലാം അറിഞ്ഞിട്ടുള്ള ആക്രമണമാണ് അല്ലേ? ശരിയാക്കി തരാം. നീ ഇപ്പോ കുളിച്ചിട്ട് വന്നതാണോ? നിന്റെ സ്മെല്ല് മൊത്തം പിടിപ്പിക്കുന്നുണ്ടാ. കൈവച്ച ചിലപ്പോ കൺട്രോള് പോകുന്ന തോന്നുന്നേ.
ഓഹോ, അപ്പോ അനക്ക് അത്രേ കൺട്രോൾ ഉള്ളൂ. എന്നാ മാഷങ്ങ കൺട്രോള് കളഞ്ഞേക്കുന്നേ. അതിന് നീ പശ്ചാത്തപിക്കും. അത് വേണോ? എന്റെ ബേബി ബിയർ. ദാറ്റ് ഐ ഡോണ്ട് കെയർ ബന്നി. എന്താ രാവിലെ തന്നെ എന്റെ ജെയ്സ് ഇവിടെ? എന്നെ മിസ് ചെയ്തോ? മിസ് ചെയ്തോന്ന് ചോദിച്ചാ ഒരുപാട്. പക്ഷെ അത് മാത്രമല്ലായിരുന്നു, എന്റെ വീട്ടിൽ വഴക്കിട്ട ഇങ്ങോട്ട് വന്നത്. എന്നെ പറ്റി ജെയ്സു എന്തെങ്കിലും പ്രശ്നം? ഞാൻ വീട്ടിൽ എനിക്ക് ഒരാൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ജെയ്സ ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ബാബച്ചിക്ക് ഒരിക്കലും എന്നെ ഇഷ്ടമാവില്ലെന്ന് തോന്നുന്നു. എന്റെ അച്ഛന്റെ റിയാക്ഷൻ എന്തായിരിക്കും കൂടി എനിക്ക് അറിയൂല. വിഷ്ണു, ഒന്നും സംഭവിക്കില്ല, ധൈര്യത്തോടെ നിൽക്ക്. അച്ഛനോട് എല്ലാ കാര്യവും സംസാരിക്കാൻ കൂടിയാ ഞാൻ വന്നത്. ഈ എനിക്കൊരു സത്യം ചെയ്തു തരണം. എന്ത് സംഭവിച്ചാലും ഈ എന്റെ കൂടെ കാണുമെന്ന്. ഈ ഉണ്ടാവില്ലേ എന്റെ കൂടെ? അതിപ്പോ ആരെ നേരിടാനായാലും ജെയ്സ, ഞാൻ ഉണ്ടാവും. എന്തിനും കൂടെ നിൽക്കും എന്നുള്ളത് കൊണ്ടാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് തന്നെ. ഇനിയിപ്പോ അച്ഛനെ എതിർത്താലും എല്ലാം വിട്ട് ഞാൻ നിന്റെ കൂടെ വരും. അത് കേട്ടാ മതി എനിക്ക്. എന്ത് വന്നാലും ഒന്നിച്ചു നേരിടാം. നീ പേടിക്കാതിരിക്കും. എന്റെ കൂടെ എന്നും ഞാൻ കാണും, എന്റെ ശരീരത്തിന് ജീവനുള്ള കാലം വരെ. I love you, Jaisa. Love you more, my baby Pia. അല്ല ജയ്സ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ബാബച്ചിക്ക് സുഖല്ലേ? നിന്നെ ഇങ്ങോട്ട് കാണാണ്ട് കൊറേ ആയല്ലോ. അത് അച്ഛ കോളേജ് കാര്യങ്ങളിൽപ്പെട്ട് തിരക്കിലായോണ്ട. ഓ, പക്ഷെ നിന്നെ കുറിച്ച് വിഷ്ണു എപ്പോഴും വാത്തോരാണ്ട് സംസാരിക്കും. നിങ്ങളല്ല കൂട്ടാണല്ലേ? അത് പിന്നെ അച്ഛ, അതെ, അവനും ഞാനും മരണം വരെ എന്നും ഒന്നിച്ചുണ്ടാവും. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. കുറച്ചു കാലം കഴിയുമ്പോ തന്നെ നിങ്ങൾ രണ്ട് വഴിക്കാവും. നീ നിന്റെ ഫാമിലി കുട്ടികളുമായിട്ട് ജീവിക്കും, ഇവനും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇതുപോലെ നടക്കാനൊന്നും സമയം ഉണ്ടാവില്ല ആ സമയത്ത്. അത് പോട്ടെ, മോൻ കോളേജ് കഴിഞ്ഞ എന്താ പ്ലാൻ? അത് അച്ഛാ, നമ്മുടെ കോളേജിൽ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. US ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. കോളേജ് കഴിയും മുമ്പ് അവിടെ ജോയിൻ ആവണം. പിന്നെ പ്രൊമോഷൻ വാങ്ങി US പോണം. ഓ, നീയെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ വിഷ്ണുവിനെ നീ മറക്കൂലോ? അല്ല, അപ്പൊ ഇവിടെ വീട്ടിലാരെങ്കിലും വേണ്ടേ? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പാപ്പച്ചുണ്ടല്ലോ. പിന്നെ ജെസ്സിയുടെ കല്യാണം ഉറപ്പിച്ച്. പിന്നെ ആ ചെറുക്കാൻ ഇവിടെ നിൽക്കാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഷ്ണു, അവനെ ഞാൻ മറക്കോ? അവനെ ഞാൻ മറക്കില്ല. എന്റെ ജീവനിലിടത്തോളം കാലം ഞാൻ പോകുമ്പോ അവനെന്റെ കൂടെ വരും. ഹൈ, നീ എന്താ പറയുന്നേ? വിഷ്ണുവിന്റെ കൂടെ വരുന്നോ? അതും വെറുതെ നടക്കില്ല. അവൻ പുറത്തു പോകുന്നതൊന്നും എനിക്കിഷ്ടമില്ല. ഇവിടെ എനിക്ക് ഇത്രമാത്രം സ്വത്തും സമ്പാദ്യവും ഉള്ളപ്പോ അവൻ പുറത്തു പോയി കഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല. അച്ഛാ, എനിക്ക് പുറത്തു പോകാൻ ഇഷ്ടം. ഒരവസരം കിട്ടിയാൽ ഞാൻ പോവും. അതിപ്പോ ജയ്സൽ വിൽക്കുവാണേ ഞാൻ ഉറപ്പായും അവന്റെ ഒന്നിച്ചു പോവും. ഈ സ്വത്തും സമ്പാദ്യമൊന്നും എനിക്ക് വേണ്ട. വിഷ്ണു, മുതിർന്നവരെ എതിർക്കാനായോ നീ? അമ്മയില്ലാത്ത പയ്യനല്ലേ എന്ന് വിചാരിച്ച് വിട്ടപ്പോ തലേ കയറുന്ന. മിണ്ടാണ്ട് അകത്തു പോ. അച്ഛാ, വിഷ്ണുവിന്റെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിൽക്കാൻ അച്ഛനൊരു അവകാശവുമില്ല. അവൻ ഞാൻ വിളിച്ചാൽ വരും. ഞാൻ കൊണ്ടുപോകും അവനെ. ഏയ് അസുത്തെ, എപ്പോഴെന്നെ മനസ്സിലായത് കണത്തെണ്ടി ചെക്കന്മാരോട് കൂട്ടുകൂട്ടിട്ടാ എന്റെ ചെറുക്കൻ ഈ വക കാര്യങ്ങൾ പഠിച്ചേക്കണത്. ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിന്ന്. ഇറങ്ങാൻ തന്നെയാ വന്നേക്കുന്നേ. പക്ഷെ കൂടെ വിഷ്ണുവും കാണും. എന്താ പറഞ്ഞ്? തെണ്ടിച്ചെക്കൻ എന്നോ? അതെ, തെണ്ടിച്ചെക്കൻ തന്നെയാ. പക്ഷെ ഇങ്ങളെ പോലെ കരിങ്കൽ മനസ്സുള്ളവനല്ല ഞാൻ. നിങ്ങളോടൊരു കാര്യം പറയാനാ വന്നത്. ഇവൻ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. എന്റെ ചെറുക്കനായി, എന്റെ ജീവന്റെ പാതിയായി. ഇവൻ എന്റെ സ്വന്തമാ. ഇനി ആരും ഇവന്റെ അവകാശം പറഞ്ഞ് എന്റെ മുമ്പ് വരരുത്. അസത്തെ,
നീ എന്ത് വൃത്തികേടാ പറയുന്നേ? നിന്റെ ചോർച്ചൽ മാറ്റാൻ വല്ല പെൺപിള്ളേരെയും പോയി വല്ല വിഷയം, അല്ലാണ്ട് എന്റെ ചെറുക്കനല്ല മയക്കേണ്ടത്. വിഷ്ണു, നീ കയറി അകത്തേക്ക് ചെല്ല്. ഇല്ല ഇല്ല അച്ഛാ, ഞാൻ അകത്തേക്ക് പോകത്തില്ല. എനിക്ക് ജയ്സലിനെ കുറെ വർഷമായിട്ട് ഇഷ്ടം. ഞാൻ എന്നോ അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഛി, നാശമേ, നീ എന്റെ സന്തതി തന്നെയാണോ? ഇത്രയും വൃത്തികെട്ട സാധനത്തെയാണോ ഭഗവാനെ ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയത്? അച്ഛാ, ആരുടെ നിന്റെ അച്ഛൻ? എനിക്കിങ്ങനെ ഒരു ആണും പെണ്ണും കേട്ട മോനില്ല. അവനിപ്പോ ചത്ത മണ്ണടഞ്ഞു. അച്ഛാ, നിങ്ങൾ എന്ത് വേണേലും എന്നെ പറഞ്ഞു, അവനെ പറയരുത്. ഞങ്ങളുടെ സ്നേഹം സത്യ. നിങ്ങൾ പറയണത് കേട്ട് ഞങ്ങൾ പിരിയൂന്ന് കരുതിയ എങ്കിൽ തെറ്റി. എനിക്ക് ഇവൻ എത്രമാത്രം ഇഷ്ടമാണെന്ന് ആരെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങളിപ്പോ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാ. വാടാ വിഷ്ണു, ഇനി അനക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരച്ഛൻ വേണ്ട. എവിടെയെങ്കിലും പോയി ചാവ്. രണ്ടെണ്ണം പ്രകൃതി വിരുദ്ധ ജന്മങ്ങള് നശിച്ചു പോവും. வாவெண்ணிலாவே வாடாத பூவே என் வாழ்வில் மீண்டும் என ஈன்ற தாயே கண்ணோடு இமையாய் சுகமான சுமையாய் இரு கையில் ஏந்தி தாலாட்டுவேனே காற்றோடு தலை கோதி நதியோடு தவழ்ந்து உயிரோடு உயிராக உறவாடும் அழகே பனியோடு விளையாடி மலர் ஊஞ்சலாடி தரை வந்து தமிழ் பேசும் இரு கால்வன் நிலவே சிறகாக உன்னை நான் ஏந்தி செல்வேன் சினுங்காமல் உன்னை நான் பார்த்து கொள்வேன் ஒரு கோடி இன்பங்கள் உன்னை பார்த்த நொடியில் நான் வாழும் நாள் மட்டும் நீ எந்த மடியில் உன்னை ஈன்ற பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது உன் பாதம் தொழுது എന്താടാ, വിഷമായോ? ഐം സോറി. അച്ഛൻ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി ഇങ്ങനെയൊക്കെ വൃത്തിയോട് പറയുന്നു കരുതിയതേയില്ല. എന്നോട് ക്ഷമിക്കടാ. ഞാൻ കാരണം നീ എത്രമാത്രം സഹിക്കുക. വിഷ്ണു, എന്താടാ, നീ എന്റെ അല്ലേ? അന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് വേണേലും സഹിക്കും. നീ അതൊന്നും ഓർക്കാണ്ട് നിന്നേ. ഇനി നമ്മൾ സന്തോഷമായി ജീവിക്കും. അവർക്കൊക്കെ കാണിച്ചു കൊടുക്കും അവരൊക്കെ തെറ്റായിരുന്നെന്ന്. ജേസു, ഇനി ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ആദ്യം രജിസ്റ്റർ ഓഫീസിൽ പോയി മാരേജ് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് എന്റെ വീട്ടിൽ പോയി എന്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. എനിക്ക് ഡൽഹിയില് ഒരു കമ്പനി ജോബ് ശരിയായിട്ടുണ്ട്. നമ്മൾ നാളെ തന്നെ അങ്ങോട്ട് പോകും. ജേസ, നീ എന്താ പറയുന്നേ? ഇത് നമ്മള് കല്യാണം കഴിക്കാൻ പോവാണോ? അതെ. എന്റെ ബേബി പേരിന് സന്തോഷായില്ലേ? സമ്മതമല്ലേ? ജേസു, ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്ന് പറയാൻ പറ്റൂല. 1000 കോടി വട്ടം സമ്മതം. ഐ ലവ് യു ജേസു. 어느 시절 내 꿈들의 재림 모르겠어 이 감정이 뭔지 혹시 여기도 꿈속인 건지 꿈은 사막에 부르신 기름 향기 판 곳에 아프리오리 숨이 막힐 듯이 행복해져 주변이 점점 더 조명해져 저기 멀리서 바다가 들려 꿈을 걷면서 숲을 넘어라 선명해지는 그곳으로 가 Take my hands now You are the cause of my euphoria
മഴയിൽ നനവോടെ നാം അന്നു കണ്ടു തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ പുലരും പൂക്കളായി നാം പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ സജനേ ആ ഇനി വധു. ഹേ, എന്തായി ചെയ്തേ? ഞാൻ വധു എന്നാ പറഞ്ഞത്. ഇയാള് എന്തിനാ ഇവിടെ സൈൻ ചെയ്തത്? മനസ്സിലായില്ല. എടോ, തന്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിയാ സൈൻ ചെയ്യേണ്ടത്, അല്ലാതെ സാക്ഷിയല്ല. സോറി സർ, ബട്ട് എന്റെ വൈഫ് ഹസ്ബൻഡ് ആകാൻ പോകുന്നത് ഇവൻ തന്നെയാ. ആ? വാട്ട്? ആ വാ പൊത്തി പിടിക്കേ. ആ, ഇനി സാക്ഷികൾക്ക് സൈൻ ഇടാം. Congratulations, bro. Thank you, buddy. You too, bro. Thank you. Happy married life, my dear baby bear. You too, my bunny husband. ഇക്ക, വിഷ്ണു, കൺഗ്രാറ്റ്സ്. Thank you, Jesse. Jesse, ഈ ആദ്യം ഇല്ലേ ബാബുജിക്ക് ഡൗട്ട് ആവും. എന്നാ ശരി ജയ്സ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ജെയ്സന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. നേരം ഇരുട്ടായി തുടങ്ങിയിരുന്നു. ബാപ്പച്ചി, ആരാൻ പിടിച്ചവനെ? അതൊക്കെ ഇത്ര ധൈര്യണ്ടായിട്ടാ ഈ നാശം പിടിച്ചവനെയും കിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അന്റെ ആരാടാ ഇവിടെ ഉള്ളത്? എനക്ക് ഇങ്ങനെ ഒരു മോനില്ല. ആരെ കാണിക്കാനാ മോൻ കൊണ്ട് നിക്കുന്നേ? എല്ലാം കേറി പോകത്തേക്ക്. ബാപ്പച്ചി, ഇക്ക നമ്മുടെ മോനല്ലേ, ഇങ്ങനെ പറയല്ലേ. അന്നോടല്ലേ കേറി പോവാൻ പറഞ്ഞത്? എനക്ക് ഇങ്ങനെ ഒരു മോൻ ഉണ്ടായിട്ടില്ല. ഈ മുഹമ്മദ് അഷ്കറിന് ആകെപ്പാടെ ഒരു മോൻ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ നിൽക്കുവായിരുന്നു ജെയ്സനും വിഷ്ണുവും. ഇറങ്ങി പോടാ ഇവിടുന്ന്. അല്ലേലും ഇവിടെ നിൽക്കാൻ വന്നതല്ല, പോകാൻ തന്നെയാ. വാടാ. ഐ എം സോറി വിഷ്ണു, ഞാൻ കാരണം ഈയും ഈ തെരുവിൽ കിടക്കേണ്ട അവസ്ഥയിലായി. ജയ്സു, സോറി പറയല്ലേ, ഞാനും കൂടെ കാരണമാ. നീ വിഷമിക്കുവാണോ? ചെയ്തത് തെറ്റായിന്ന് തോന്നുന്നുണ്ടോ? ഹേ, ഒരിക്കലും ഇല്ല. ഇന്നല്ലേ നാളെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എനിക്കറിയായിരുന്നു. ഈ ഇല്ല എന്റെ കൂടെ, പിന്നെ ഞാനെന്തിനു വിഷമിക്കണം?
കണ്ടോടാ, എനിക്ക് തോന്നുന്നതേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ തെരുവിലിരുന്ന് ആഘോഷിക്കണം എന്നാ. അതിനെന്താ, നിന്റെ കൂടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഓരോ സ്ഥലങ്ങളും എനിക്ക് സ്വർഗ. അല്ലാതെ താജ്മഹൽ പണിതാലെ സ്നേഹം കിട്ടാൻ പറ്റുന്നു എന്നൊന്നും എനിക്കില്ല. Wherever I am with you, I am happy with that. കരയാൻ തോന്നുക. നന്നായി ഫിലോസഫി പറയുന്നുണ്ട്. എനക്കറിയില്ല ഞാൻ എന്ത് ചെയ്തിട്ടാ അള്ള എനക്ക് അന്ന തന്നെന്ന്. എന്നിരുന്നാലും ഒരുപാട് നന്ദിയുണ്ട് ആർക്കും കൊടുക്കാണ്ട് എനക്ക് തന്നെ തന്നതിന്. Will you be my moon? Yes. And will you be my universe? Yes. Yes, my love. എന്നിരുന്നാലും എന്റെ മൂണിനെ ഇവിടെ തെരുവിൽ പ്രകാശിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അല്പം സേവിങ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ച് ഇന്നത്തേക്ക് നമുക്കൊരു റൂം സെറ്റ് ആക്കാം. പിന്നെ നാളെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോകാം. അലിഷു, നിനക്ക് ഞാനൊരു ബാധ്യതയായി തോന്നിയാൽ അപ്പൊ പറയണം. യു നെവർ ബി. ഒരിക്കലുമില്ല. അന്നെ ബാധ്യത ആവുമെന്ന് കരുതിയിരുന്നേ ഞാൻ ഇത്രയ്ക്ക് മുമ്പോട്ട് വരില്ലായിരുന്നു. ഈ എനിക്ക് ഒരിക്കലും ബാധ്യത ആവില്ല. ബദൽ എന്റെ ഹാപ്പിനെസ്സാ. യു ആർ മൈ എവറിത്തിങ്. ഒരിക്കലും ഈ അങ്ങനെ വിചാരിക്കരുത്. ഐ ലവ് യു സോ മച്ച് യേസു. അപ്പൊ എങ്ങനെയാ, നീ റെഡിയല്ലേ നമ്മുടെ പുതിയ ജീവിതത്തിന്റെ പേജ് തുറക്കാൻ? യെസ്. ഒരു റൂം അന്വേഷിച്ച് അവരലയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് അലഞ്ഞ ശേഷം ഒരു ചെറിയ മുറി, ജസ്റ്റ് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു മുറി അവർ ഒപ്പിച്ചെടുത്തു. സോറി വിഷ്ണു, ഇതിപ്പോ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന മുറിയാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നമേ അല്ല. ഐ ക്യാൻ അഡ്ജസ്റ്റ് എനിവേ. എന്നാ പോയി ഫ്രഷ് ആവാല്ലേ? ഓക്കെ, എന്നാ ഞാൻ ആദ്യം പോവാം. എന്തിനാ വെറുതെ സമയം ചെലവാക്കുന്നത്? നമുക്ക് ഒന്നിച്ച് ഫ്രഷ് ആവാം. അത് വേണ്ട. വേണം. അനക്ക് വിശക്കുന്നില്ലേ? ഞാൻ ഇപ്പോ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. ഈ ഇവിടെ തന്നെ ഇരിക്കും. ഓക്കെ? ഞാനും വരട്ടെ? അതൊന്നും വേണ്ട. ഈ ഇവിടെ തന്നെ നിന്നോ. നല്ല ക്ഷീണമില്ലേ? ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ഇത് നന്നായിട്ടുണ്ട്. വാവ്, സോ ടേസ്റ്റി. ശരിക്കും? then let me taste it. ജേസു, no. Bad baby. ഒരു കട്ടില് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ കിടന്നു. ഞാൻ ഇവിടെ സോഫയിൽ കിടക്കാം. അതിനെന്താ, ഞാൻ നിന്റെ മേലെ കിടക്കാം. നീ ബെഡിൽ തന്നെ കിടക്ക്. അനക്ക് ഓക്കെ ആണോ? അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ രണ്ടുപേരും ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. അവിടെ നിന്ന് ട്രെയിൻ കയറി അവരുടെ ജീവിതയാത്ര തുടങ്ങി. Baby Mia, are you happy, right? ബണി, എത്ര തവണയാ ഞാൻ നിന്നോട് പറയേണ്ടത്
നിന്റെ കൂടെ എവിടേക്കായാലും ഞാൻ ഹാപ്പിയാണെന്ന്. ജേസു, നിന്റെ എല്ലാ സാധനങ്ങളും ബാപ്പച്ചി കത്തിച്ചൂലേ? അതെ, പക്ഷെ ഒരു കാര്യം നന്നായി, കമ്പനി സർട്ടിഫിക്കറ്റ് ഒക്കെ മുമ്പേ അയക്കാൻ ആവശ്യപ്പെട്ടത്. ഇല്ലേ ബാപ്പച്ചി അതും കത്തിച്ചേനെ. ജേസു, സോറി. ഡോണ്ട് എവർ സേ സോറി. വിടവാങ്ങി യാത്രയായി തുടു സൂര്യ സാന്ത്വനം അഴലാളി നിൽക്കുമീ അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം രണ്ടുപേരും ഡൽഹിയുടെ മണ്ണിൽ കാലുകുത്തി. നിഴലെന്തു ചെയ്യുവാൻ ഡൽഹിയിൽ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ക്യാബ് വഴി അവർ ജെയ്സിന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ കമ്പനിയിലേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ ഏകദേശം 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് അവർ അവിടെ എത്തി. അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് അക്കോമഡേഷൻ കമ്പനി ഉറപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ കമ്പനി വക അപ്പാർട്ട്മെന്റ് അവർക്ക് കിട്ടി. സോ അവർ അങ്ങോട്ടായി യാത്ര. അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ തന്നെ രണ്ടുപേരും ഫ്രഷ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജെയ്സൺ ഓർഡർ ചെയ്ത ഫുഡും പോയി. ഫുഡൊക്കെ കഴിച്ച ശേഷം രണ്ടുപേരും ബെഡിലേക്ക് കിടക്കാൻ വേണ്ടി പോയി. ജേസു, നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛനും ബാപ്പച്ചിയും ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നു? നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാലം വരുമെന്ന് വിചാരിക്കാം. എന്റെ ബാപ്പ സമൂഹത്തെ പേടിച്ചിട്ടാ, അല്ലേ എപ്പോഴേ എന്റെ കൂടെ നിൽക്കുമായിരുന്നു. ഞങ്ങളെ ബാപ്പച്ചിയാ ഈ സമൂഹത്തെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആവണം, എങ്ങനെ ആയിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് തന്നേക്കണത്. എന്നിട്ട് അവസാനം സ്വന്തം കാര്യം വന്നപ്പോ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് സാരമില്ല, അവര് നമ്മളെ മനസ്സിലാക്കിയില്ലേലും നമ്മൾ ഞങ്ങളെ മനസ്സിലാക്കി ജീവിച്ചാ പോരെ. അവരുടെ മുമ്പിൽ നമുക്കും ജീവിക്കാൻ പറ്റുമെന്ന് കാണിക്കാം. ജേസു, നീ ഓരോ തവണയും എന്റെ എല്ലാ പരിഭവവും മാറ്റിത്തരുവാണല്ലോടാ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ്. ഐ ലവ് യു. ലവ് യു മോർ. ബട്ട് ഈ താങ്ക്സിന് പകരം വേറെ എന്തെങ്കിലും കിട്ടിയാ നന്നായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു, അതോ നടന്നില്ല. അതുകൊണ്ട് ഇന്ന് ജേസു, I am already ready. Make me yours. Are you sure, baby? Yes. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഡൽഹിയിലെ തിരക്കേറിയ ജീവിതത്തിലും അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ അവർ സമയം കണ്ടെത്തി. വീക്കെൻഡിൽ കറങ്ങാൻ പോയും അപ്പാർട്ട്മെന്റിൽ പുതിയ കൂട്ടുകാരുമായും സമയം ചെലവഴിച്ചു. ജയ്സൽ വർക്ക് ചെയ്യുന്ന സെയിം കമ്പനിയിൽ തന്നെ വിഷ്ണുവിനും ഒരു പോസ്റ്റിംഗ് ഉണ്ടായി. പിന്നീട് അവരുടെ ജീവിതം കൂടുതൽ തിരക്കിലായി തുടങ്ങി. എന്നാലും അവർക്കുള്ള സമയം അവർ മാറ്റിവെച്ചു. അവർക്കിടയിലെ പ്രണയം ഓരോ ദിവസം കഴിയുന്തോറും വളർന്നു വന്നു. അവർ ഓരോ ദിവസം കൂടുന്തോറും നവദമ്പതികളെ പോലെ പ്രണയിച്ചു കൊണ്ടേയിരുന്നു. मेरी आसमां मेरी ज़मीं
ഇതൊക്കെ ഇവിടെ നടക്കുമ്പോ നാട്ടിൽ ജസീറയുടെയും അഫ്സലിന്റെയും മാരേജ് കഴിഞ്ഞു. ജയ്സലിനെ കുറിച്ചുള്ള ഓരോ വിവരവും ജസീറ അവളുടെ ഉമ്മച്ചിയോട് പറയുമായിരുന്നു. അത് പിന്നെ ബാപ്പച്ചിയുടെ കാതിലും. പിതൃ മനസ്സിൽ എവിടെയോ ബാക്കിയുണ്ടായിരുന്ന ആ സ്നേഹം ബാപ്പച്ചിയുടെ മനസ്സിൽ എന്ന് കുറ്റബോധത്തിന് കാരണമാണ്. നാട്ടുകാർ അതും ഇതും പറയുന്നത് എന്നും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ബാപ്പച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി. അന്ന് എന്ത് സംഭവിച്ചിരുന്നേലും നാട്ടുകാർ ഒന്നേ പറയുള്ളൂ, അത് കുറ്റം മാത്രമാണെന്ന്. അന്ന് തന്റെ മകന്റെ കൂടെ നിന്നിരുന്നേൽ ഇന്ന് തന്റെ മകനെങ്കിലും തന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ എല്ലാം കൽപ്പിച്ച് മകനെ കാണാൻ ബാബുജി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ആരെയും അറിയിക്കാനുള്ള ഒറ്റയ്ക്കുള്ള യാത്ര, മകനെ കണ്ട് കാലിൽ വീണ് ക്ഷമ ചോദിക്കാനുള്ള യാത്ര. ഇതാരാ ഈ നേരത്ത്? ജെയ്സ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ബാപ്പച്ചി. ഓ, മോൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? ജെയ്സല് ഇവിടെ ഇല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. ബാപ്പച്ചി എന്താ എവിടെ? അന കാണണം തോന്നി. ആരോടും ഒന്ന് പറയണ്ട ഇങ്ങോട്ട് വന്നേ. അനക്ക് സുഖല്ലേ? നാട്ടിൽ പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സുഖായിരിക്കുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഈ ഇവിടെ ഇരിക്കെ, എനിക്ക് ദാഹമൊന്നുമില്ല. ബാബുജിയുടെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ലേ, അന്നെ കാണാൻ. കണ്ടില്ലേ? മോനെ ജയ്സ, ഈ ബാപ്പച്ചിയോട് ക്ഷമിക്കണം. എന്റെ കാലിൽ വീണ് മാപ്പ് പറയാനാ വന്നത്. ഈ കുറ്റബോധം എന്നെ കൊന്നോണ്ടിരിക്കുക. വയസ്സായില്ലേ, ഇനി പറ്റുമെന്ന് തോന്നണില്ല. ഞാൻ ചെയ്തതൊക്കെ തെറ്റാർന്ന് അതെനിക്ക് മനസ്സിലായി. അതിനിപ്പോ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. മരിക്കുമ്പോ എന്റെ വെറുപ്പും കൂടി വാങ്ങാൻ വയ്യാത്തോണ്ടാ എന്നെ കാണാൻ ഇത്രയും ദൂരം വന്നത്. എന്നോട് ഈ ക്ഷമിക്കില്ലേ മോനെ? ബാപ്പച്ചി, നിങ്ങൾ എന്താ ഈ കാണിക്കണത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ അന്നേ മറന്നതാ. ഞങ്ങൾക്ക് ആർക്കും ബാപ്പച്ചിയുടെ ഒരു ദേഷ്യവും വെറുപ്പും ഇല്ല, മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ. ബാപ്പച്ചിയെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റും. അനെ മനസ്സിലാക്കാൻ ഈ ബാപ്പച്ചിക്ക് പറ്റിയില്ലല്ലോടാ. ഈ വലിയവനാ അതാനൊക്കെ ഇത്രയും പെട്ടെന്ന് എന്നെ പൊറുക്കാൻ തോന്നിയത്. ഈ മോനെയും കൂട്ടി നാട്ടിൽ വരണം, അവന്റെ ഉമ്മയെ കാണണം. അവക്ക് എന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അനക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല ജെസ്സിയുടെ കല്യാണം കഴിഞ്ഞത്. അറിഞ്ഞിക്കണ്, എല്ലാരെയും കാണണമെന്ന് എനക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ എന്നാന്ന് പറഞ്ഞിട്ടാ? അടുത്ത ആഴ്ച ഞങ്ങൾ US പോവാൻ നിൽക്കുക. അവിടേക്ക് പോസ്റ്റിംഗ് ആയി. ഞങ്ങൾ പോവും. പറ്റുവാണേ ഉമ്മച്ചിയെ കാണാൻ ഞാൻ വരാം. അനക്ക് പറ്റുവാണേ വന്നാ മതി. ചാവുന്നതിന് മുമ്പ് കാണാൻ പറ്റുമല്ലോ. മോൻ ഇങ്ങോട്ട് വന്നേ. നീ എന്നോട് ക്ഷമിക്കില്ലേ? ബാപ്പച്ചി, ഞാൻ ബാപ്പച്ചിയെ വെറുത്തിട്ടില്ല, ഒരു ദേഷ്യവും ഇല്ല. ബാപ്പച്ചി എന്നും എന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ? എന്നാ ജയ്സ, ഞാൻ പോണു. അവർക്ക് അറിയില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയും കാണാതായ അവള് അന്വേഷിക്കും. ഇനി 2 ദിവസം കഴിഞ്ഞ് നാട്ടിലെത്തും. സൂക്ഷിച്ചു പോണം. ഈ ഇങ്ങോട്ട് വന്നേ, എന്നോടൊരു കാര്യം പറയണം. മാധവൻ നായർ 1 മാസം മുമ്പ് മരിച്ചു. അങ്ങേര് പോകുന്നതിന് മുമ്പ് ഒരു കത്ത് എഴുതിയിരുന്നു. ഇത് അവന് കൊടുക്കണം. എന്നാ ഞാൻ പോണു. എന്താ ബാബുജി പറഞ്ഞത്? ഇത് അനക്ക് തരാൻ പറഞ്ഞു. നോക്കട്ടെ. വിഷ്ണു, എന്റെ മോനെ, നിനക്ക് സുഖാണെന്നറിയാം. ഒന്നുമില്ലേലും നീ സ്നേഹിക്കുന്നവന്റെ കൂടെയല്ലേ നീ പോയിരിക്കണത്. അച്ഛനോട് നല്ല ദേഷ്യമായിരിക്കും അല്ലേ? സാരില്ല, നീ എന്നെ വെറുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്. അന്ന്
ഞാൻ തോട്ടത്തിൽ ഇറങ്ങി തിരിച്ചു വന്നായിരുന്നു. അപ്പൊ നിങ്ങൾ സംസാരിക്കണത് കേട്ടിട്ട് തന്നെ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ മോന് ജയ്സലിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാ അന്ന് വരെ മോനോട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നിന്റെ അച്ഛന് ക്യാൻസർ ആണ്. ലാസ്റ്റ് സ്റ്റേജാ. ചികിത്സിക്കാനൊന്നും വയ്യ. തിരിച്ചു വരുന്ന ഒരു ഉറപ്പില്ലാന്ന് ഡോക്ടർ പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോ ഇനി വേണ്ടാന്ന് തോന്നി. നിന്നോട് എങ്ങനെ പറയുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാ അമ്മയില്ലാണ്ട് ഞാൻ വളർത്തിയ എന്റെ മോൻ സങ്കടപ്പെടുന്നത് കാണാൻ വയ്യാത്തുണ്ടാ. എനിക്കറിയായിരുന്നു ജയ്സൽ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ നിന്റെ മുമ്പിൽ അങ്ങനെ അഭിനയിച്ചത്. അങ്ങനെങ്കിലും എന്റെ മോൻ എന്നെ വെറുക്കട്ടെ, എന്നിൽ നിന്ന് ദൂരെ പോകട്ടെ എന്ന് കരുതി. ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നതെന്ന് തോന്നും അല്ലേ? അച്ഛന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിന്നെ എനിക്ക് കാണാൻ കഴിയില്ല. അതിനു മുമ്പ് നിന്നോടെല്ലാം പറയണം എന്ന് തോന്നി. കുറ്റബോധം സഹിക്കാൻ കഴിയുന്നില്ല. മോനോട് ക്ഷമിക്കണം. അച്ഛനും മോനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വിഷ്ണു, വിഷ്ണു കരയല്ലേ വിഷ്ണു? വിഷ്ണു ബാക്കി വായിക്ക്. അച്ഛൻ എന്തോ എന്നോട് പറയാനുണ്ട്. മോനെ വെറുക്കല്ലേ. പിന്നെ നീ പറഞ്ഞ പോലെ ഈ സ്വത്തൊക്കെ ഞാൻ ഓർഫനേജ് പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സന്തോഷായില്ലേ? മോൻ വിഷമിക്കരുത്. അടുത്തില്ലേലും ദൂരെ നിന്ന് അച്ഛൻ മോനെ കാണുന്നുണ്ട്. എന്നും മോന്റെ കൂടെ ഉണ്ടാവും. ഒരുപാട് സ്നേഹത്തോടെ മോന്റെ അച്ഛൻ. എന്നോട് ഒരു വാക്ക് പറയായിരുന്നു. ഞാൻ ഒന്നും അറിയാത്തോണ്ടല്ലേ. ഞാൻ എങ്ങനെ എന്നോട് ക്ഷമിക്കും? പറ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പറ്റുന്നില്ലടാ. വിഷ്ണു കരയല്ലടാ. നീ ഇങ്ങനെ കരഞ്ഞ ഞാനും തകർന്നു. നോക്ക്, ഞാനില്ല നിനക്ക്. സങ്കടപ്പെടല്ലേ വിഷ്ണു. കരയല്ലടാ. Pudalva, 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 Kaduvida, Uvien Kumbada, Magane, Magane, Va, Magane, Magane, Va, Nipa, Kumbodilla, Mugampu, Kadenada, Ratamare, 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 Matamare. അങ്ങനെ 2 ദിവസം കടന്നുപോയി. ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് രണ്ടുപേരും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ കരുതിയതൊന്നുമല്ല സത്യം എന്നറിഞ്ഞപ്പോ ഒരുപാട് സങ്കടപ്പെട്ടു. എല്ലാം വിധി അവരുടെ ജീവിതത്തിൽ കളിച്ച ഒരു കളിയാണ് എന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയില്ല. മനസ്സിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു. എന്നാൽ എന്തിന് അറിയില്ല. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരുന്നു. പിന്നെയും ഇത്രയും സങ്കടം തോന്നുന്നത് എന്തുകൊണ്ടാ? അവൻ ജയ്സലിന്റെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അവസാനം ക്ഷീണം കാരണമോ അതോ കണ്ണിൽ കണ്ണുനീര് ബാക്കിയില്ലാത്തതുകൊണ്ടോ അവന്റെ കരച്ചില് നിന്നു. അവർ രണ്ടുപേരും നാട്ടിലെത്തി. വിഷ്ണു അവന്റെ വീട്ടിൽ പോയി അവന്റെ അച്ഛനെ അടക്കിയ സ്ഥലത്ത് ചെന്ന് ഒരുപാട് നേരം കരഞ്ഞു. ജയ്സൽ അവനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. അവസാനം അവശനായി വിഷ്ണു ബോധം കെട്ട് വീണു. ബോധം കെട്ട വിഷ്ണുവിനെയും കൂട്ടി ജയ്സല് അവന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വിഷ്ണുവിനെ അവന്റെ മുറി കിടത്തിയിട്ട് ജയ്സൽ അവന്റെ ബാപ്പച്ചിയെയും ഉമ്മച്ചിയെയും കണ്ട് കുറെ നേരം കരഞ്ഞു, സംസാരിച്ചു. അവന്റെ മനസ്സിലെ ഭാരം ഇറക്കി വെച്ചു. വൈകുന്നേരമായപ്പോഴേക്കും വിഷ്ണു സ്വബോധത്തിൽ വന്നിരുന്നു. അവനെ ആശ്വസിപ്പിക്കാൻ ജയ്സലും കൂടെ ഉണ്ടായിരുന്നു. ജയ്സലിന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും പ്രസൻസ് അവനെ ഓക്കെ ആക്കി തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ജസീറയും അഫ്സലും അവിടെ എത്തി.
എല്ലാരും ഒരുപാട് നേരം സംസാരിച്ചു. ജയ്സലിന്റെ വരവ് നാട്ടുകാർക്കിടയിൽ ചർച്ചയുണ്ടാക്കി. ചിലത് ബാപ്പച്ചിയുടെ കാതിലും എത്തി. എന്നാൽ അതൊന്നും വകവയ്ക്കാൻ ബാപ്പച്ചി നിന്നില്ല. എല്ലാവരും കൂടി ജയ്സലിനെയും വിഷ്ണുവിനെയും പഴയതുപോലെയാക്കി. വൈകുന്നേരമായപ്പോഴേക്കും ജയ്സലും വിഷ്ണുവും ഇറങ്ങാൻ റെഡിയായി. പിറ്റേന്ന് രാവിലെ 6:30 US-ലേക്കുള്ള ഫ്ലൈറ്റ് കയറേണ്ടത്. സോ അവർക്ക് ഇന്ന് തന്നെ പുറപ്പെടണം. എയർപോർട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. അതുകൊണ്ട് അവര് യാത്രയ്ക്ക് ഒരുങ്ങി. ബാപ്പച്ചി, ഉമ്മച്ചി, ഞാൻ പോന്ന്. ഇനി ഇങ്ങോട്ടേക്ക് എപ്പോഴാന്നറിയില്ല. ലീവ് കിട്ടിയ ഉറപ്പായും വരും. രണ്ടുപേരും പരസ്പരം ആരോഗ്യം ശ്രദ്ധിക്കണം. ജെസ്സി, അഫ്സൽ, രണ്ടുപേരും വഴക്കൊന്നും കൂടാണ്ട് ഹാപ്പി ആയിരിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. ബാപ്പച്ചി, ഉമ്മ, ഞാനും പോട്ടെ. ജെസ്സി, അഫ്സലിക്ക, എല്ലാരും നന്നായിരിക്കണം. എല്ലാരെയും ഒരുപാട് മിസ് ചെയ്യും. സന്തോഷായിരിക്കണം. ഞങ്ങൾ പോയിട്ട് വരാം. മക്കള് രണ്ടുപേരും നന്നായിരിക്കണം. നിങ്ങൾ ഞങ്ങളുടെ ഭാഗ്യ. ഞങ്ങളുടെ മനസ്സിലെ ഇരുട്ട് മാറ്റി വെളിച്ചം കൊണ്ടുവന്നത് നിങ്ങളെ രണ്ടുപേരോ. നന്നായി വരട്ടെ. ഉമ്മച്ചിക്ക് നല്ല വിഷമണ്ടിട്ടാ. ആകെ 2 ദിവസം എനക്ക് എന്റെ മരുമോനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ കള്ളമയിൽ കൊണ്ടുപോവല്ലായി. ഇനി എന്നാ ഇങ്ങോട്ട്? ഉമ്മച്ചി ഒരുപാട് മിസ് ചെയ്യും. രണ്ടാളും സന്തോഷായിരിക്കുക. ഉമ്മച്ചിക്ക് അത്രേ വേണ്ടു. ജയ്സ, വിഷ്ണു, രണ്ടുപേരും എപ്പോഴും എന്തിനും ഒന്നിച്ചു നിൽക്കൂട്ടോ. നന്നായിട്ട് വരും. എന്നാ ഞങ്ങള് പോട്ടെ. ബൈ. ബൈ ഉമ്മ, ബാപ്പച്ചി, ജെസ്സി. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം രണ്ടുപേരെയും എയർപോർട്ടിലാക്കിയിട്ട് യാത്ര പറഞ്ഞ് അഫ്സൽ മടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഫ്ലൈറ്റിന്റെ അനൗൺസ്മെന്റ് കേട്ട് അവർ അവിടെ നിന്നും യാത്രയായി. അവസാനം ഫ്ലൈറ്റിൽ കയറി. താങ്ക് യു മൈ മോം. എന്നും എൻ്റെ ഇരുട്ടേറിയ ജീവിതത്തിൽ വെളിച്ചമായി വന്നതിന്, എൻ്റെ എല്ലാ സങ്കടം മാറ്റുന്നതിന്, എൻ്റെ സന്തോഷമായതിന്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് മൈ മോം. ഐ ലവ് യു മോർ ദാൻ ദ ബൗണ്ടറി ഓഫ് ദിസ് യൂണിവേഴ്സ്. ജയ്സു, ഐ ലവ് യു ടു. മൈ വേൾഡ്, മൈ യൂണിവേഴ്സ്. നീ ഇല്ലാതെ എനിക്കിന്ന് ഇതൊക്കെ പറ്റും തന്നെ എനിക്ക് തന്നെ തോന്നുന്നില്ല. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നീ എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നേൽ എൻ്റെ ജീവിതം എത്ര പ്രകാശമുള്ളതാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. താങ്ക് യു സോ മച്ച്. അതെ, നമ്മുടെ ജയ്സലിനെയും വിഷ്ണുവിനെയും പോലെ യഥാർത്ഥ പ്രണയം എന്നും ഏത് സാഹചര്യത്തിലും വിട്ടുകൊടുക്കാതെ പോരാടുക തന്നെ ചെയ്യും. ഓരോ ദിവസം പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് പല ദുഃഖങ്ങളെയും മാറ്റും. പലരും മനസ്സിലാക്കി തരും പ്രണയം വളരെ ശക്തമാണ്. This time, darling, just kiss me slow. Your heart is all I own, and in your eyes, you're holding mine, baby. I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When you said your little mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. I found a man stronger than anyone I know. He shares my dreams. I hope that someday I'll share his home. I found a lover to carry more than just my secrets, to carry love, to carry children of our own. We'll still get, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my hand. You're going, you'll be my man. I see my future in your eyes, baby. I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. I have faith in what I see. Now I know I have met an angel in person, and he looks perfect. I don't deserve this. You look perfect tonight.